ഹായ് സ്റ്റുഡൻസ്, നീറ്റ് 2026 റിപ്പീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മക്കളോടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം, +1 +2 ടോപ്പിക്കുകൾ വെച്ചാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോകുന്നത്. അപ്പം അത് നമുക്ക് നമ്മുടെ റിപ്പീറ്റിംഗ് സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം റിവിഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ നീറ്റ് 2026 പ്രിപ്പറേഷനിലേക്ക് വരുമ്പം 2025 എന്ന് പറഞ്ഞൊരു എക്സാം നമ്മുടെ മുമ്പിൽ ഒരു കടമ്പയായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു എക്സാം നമ്മളെ ഏറ്റവും കൂടുതൽ ടീച്ച് ചെയ്യുന്നൊരു കാര്യവും പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നമ്മൾ സെറ്റാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു കോഴ്സിലൂടെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ധീര ബാച്ചിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്കെഡ്യൂൾ വൈസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾ ആദ്യമേ +1 ടോപ്പിക്ക് പഠിക്കുന്നു, +2 പഠിക്കുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു. ഈ ഒരു മാതൃകയിലാണ് നമ്മുടെ സിലബസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ പോകുമ്പം നമ്മളെ പീരിയോഡിക് റിവിഷൻ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് ശരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ എഴുതുന്നത് ശരിക്കും നമ്മുടെ റിപ്പീറ്റിംഗ് ജേർണലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ധീരയിൽ എൻറോൾ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റിന് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് FAT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ടോപ്പിക് അത്രയും നിങ്ങൾ വീക്ക്ലി പരീക്ഷയുടെ എഴുതുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അതേ കാര്യം തന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് എക്സാം ആയിട്ട് എഴുതുന്നുണ്ട്. അതേപോലെ പല ചാപ്റ്റേഴ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ട് നമ്മളൊരു ഗ്രാൻഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളൊരു GAB എഴുതുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ പീരിയോഡിക് ആയിട്ട് 4 പ്രാവശ്യം പരീക്ഷകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിപ്പീറ്റിംഗ് സമയത്ത് നിങ്ങൾ ഒരു ചാപ്റ്ററിന് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 4 ടൈംസ് എങ്കിലും റിവൈസ് ചെയ്തിരിക്കണം. അങ്ങനെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ NCERTയിലുള്ള സോൾഡ് എക്സാമ്പിളും എക്സസൈസ് ചോദ്യങ്ങളും ചെയ്യണം. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് കയ്യിൽ വേണ്ടത്. അതാണ് നിങ്ങൾ ഇനി വർഷം നിങ്ങൾ 2026 റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ പോകേണ്ടത് ഉറപ്പായിട്ട് ഒരു പരീക്ഷ എഴുതുന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളും എഴുതി വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ എഴുതുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ FATസും സബ്ജക്ട് വൈഡ് എക്സാംസും GIBസും അങ്ങനെയുള്ള എക്സാമുകൾ പീരിയോഡിക് ആയിട്ട് എഴുതിയാണ് നിങ്ങൾ കുറേയൊക്കെ ഇത് സെറ്റാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുന്ന സമയത്ത് ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യമേ DPPൻ്റെ ബേസിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ അടുത്തത് നമ്മുടെ മെറ്റീരിയൽ തന്നെയുള്ള JEE മെയിൻസിൻ്റെ PYQs നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. കാരണം JEE മെയിൻസ് PYQസും നീറ്റിന് ചെയ്യുന്നത് നല്ലതാണ്. എക്സാം ഏത് റേഞ്ചിൽ പോയാലും നമുക്ക് അതിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യും. സോ പറഞ്ഞ പോലെ നമ്മുടെ ധീര ബാച്ചിൻ്റെ ക്ലാസ്സുകളും ഈ വരുന്ന ജൂണിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻറോൾ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് ധീര ബാച്ചിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ CBSE IAC സിലബസിൻ്റെ ബേസിലും, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിൻ്റെ ബേസിലും, സ്റ്റേറ്റ് സിലബസിൻ്റെ മാർക്കിൻ്റെ ബേസിലും, അതേപോലെ തന്നെ എക്സാക്ട് എക്സാമിൻ്റെ ബേസിലുള്ള സ്കോളർഷിപ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കോൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻറോൾ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ എൻറോൾ ചെയ്യുക. പീരിയോഡിക് ആയിട്ട് റിവിഷൻ നടത്തി +1 +2 ടോപ്പിക്കുകൾ പഠിച്ച് അടിപൊളിയായിട്ട് നീറ്റ് 2026 നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.